സഹായത്തോടെ പോയി എന്നും പറഞ്ഞാണ് ചില വാർത്തകൾ ഒടുവിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ഈ മേഘയായിട്ടും അഖിലുമായിട്ടും ഒക്കെ, പ്രത്യേകിച്ച് മേഘയായിട്ടും നല്ല ബന്ധം ജീമോൻ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്താണ് ജീമോനെ സംഭവിച്ചത്? ജീമോൻ ഒന്ന് പറഞ്ഞു എങ്ങനെയാന്ന്. ഇത് ഞാന് ഈ മേഘയുടെ അച്ഛന്റെ ഒരു ഫ്രണ്ടാണ്. നേരത്തെ മുതൽ നല്ല ബന്ധമുണ്ട്. നേരത്തെ മുതൽ ഒരു 3 വർഷത്തോളമായി, 3-4 വർഷത്തോളമായി ഉള്ള ബന്ധമാണ്. അല്ല, അന്ന് ഈ മേഘ ബ്ലോഗർ ഒന്നും അറിയപ്പെടുന്ന ആളൊന്നും അല്ലല്ലോ. അല്ല, അറിയപ്പെടുന്നത് ഈ കല്യാണം കഴിഞ്ഞ് ഞാനുമായിട്ട് ബന്ധം തുടങ്ങിയ പിന്നെയാണ് കല്യാണമൊക്കെ മേഘയുടെ കഴിഞ്ഞത്. അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ എനിക്കറിയാം. ഈ കല്യാണത്തിന് ഞാൻ പോയില്ല, എനിക്കൊന്ന് തിരക്കുണ്ട്. കല്യാണമൊക്കെ എന്നെ വിളിച്ചായിരുന്നു, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ നല്ല അടിപൊളി ജീവിതം എന്ന് പറഞ്ഞാൽ സാറ് റീൽസ് ഒക്കെ കണ്ടില്ലേ, അവര് നല്ല ലക്ഷറി. എങ്ങനെയാണ് അവര് തമ്മിൽ പരിചയമായെന്നുള്ള അറിയാമോ? ഇവര് സ്നേഹിച്ച് കെട്ടിയതാ. ഈ അഖില് ഈ അച്ഛന്റെ വീടിന്റെ അടുത്തുള്ള നൂറനാട് അടുത്തടുത്തുള്ള അയൽവാസികളാ ഏകദേശം. അങ്ങനെ സ്നേഹിച്ച് കെട്ടിയതാ. അപ്പൊ സ്കൂളിൽ പോകുമ്പോഴുന്ന വഴിക്കൊക്കെ 9ാം ക്ലാസ് തൊട്ടുള്ള സ്നേഹമാണെന്നാ എനിക്ക് തോന്നുന്നത്. അങ്ങനെ സ്നേഹിച്ച് 7 വർഷത്തോളം ഏതാണ്ട് സ്നേഹിച്ച് കെട്ടിയതാ. എന്നിട്ട് ഈ പയ്യൻ കുഴപ്പക്കാരനാണോ? അതോ? പയ്യൻ കുഴപ്പക്കാരനൊന്നുമല്ല, പയ്യൻ ഡീസന്റ് ആള് തന്നെ, ഒരു കുഴപ്പമില്ല. അവനെ സംബന്ധിച്ചോളം സാറിന് അറിയാമല്ലോ, അത്യാവശ്യം ഇതാണ്. പക്ഷേ അവരുടെ വീട്ടിൽ എന്തോ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നാണ് മേഘ എന്നോട് പറഞ്ഞത്. ഫാദറുമായിട്ടോ അമ്മയായിട്ടോ. അമ്മയും അച്ഛനും പറയുന്നത് കൂടുതൽ പയ്യനില്ല, അവര് പറയുന്നേ ഉള്ളൂ, അനുസരിക്കുള്ളൂ, ഇവക്കൊരു സ്വാതന്ത്ര്യം കൊടുക്കുകയല്ല എന്നുള്ളതാണ് മേഘ പറയുന്നത്. അതുകൊണ്ട് അഖിലിനെ ഇവള് വേറെ താമസിക്കാൻ വിളിച്ചിട്ടും അഖില് പോയില്ല. പിന്നെ ഹോസ്റ്റലിൽ കൊണ്ടാക്കാന്നാണ് അഖിൽ ഇവളോട് പറഞ്ഞത്. പക്ഷെ ഈ വിവരം ഈ അച്ഛൻ വിളിക്കുമ്പോഴൊക്കെ പറയുന്നുണ്ട്, അച്ഛാ ഞാൻ അൺഹാപ്പിയാന്നൊക്കെ ഇവള് പറയുന്നുണ്ട്. പക്ഷെ ഇവരാരും അത് മുഖവിലേക്ക് എടുത്തില്ല. അങ്ങനെ ഇവള് കാണിച്ച തെറ്റാണ്. ഇവള് യഥാർത്ഥത്തിൽ ഇവള് ചെയ്യേണ്ടിയിരുന്നത് അച്ഛന്റെ അടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒന്നല്ലെങ്കിൽ ഡിവോഴ്സ് ആയിട്ട് ന്യായമായിട്ട് ബന്ധം ഒഴിയാം, അല്ലെങ്കിൽ ഈ പറയുന്ന പയ്യനെ കെട്ടാം. പക്ഷെ ഇവള് കാണിച്ച മണ്ടത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ വേറെ ഒരുത്തനെ പ്രേമിക്കുകയാണ് ഇവള് ചെയ്തത്. അവരെ എങ്ങനെ പരിചയപ്പെട്ടെന്ന് നമുക്ക് അറിയത്തില്ല, അവള് പറഞ്ഞിട്ടുണ്ട്. അറിയാം. അഖില് പഠിക്കാൻ വിട്ടായിരുന്നു. ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു, അതായത് മാസ്റ്റർ ഡിഗ്രി എടുക്കാൻ വിട്ടായിരുന്നു ഈ കുട്ടിയെ. അപ്പൊ പോകുന്ന ഈ ബസ്സിലെ ഡ്രൈവറായിരുന്നു ഇവൻ ഡെയിലി ബേസിന് നമ്മുടെ എഡ്യൂക്കേഷനെ പോലെ ഡെയിലി പൈസ കിട്ടും KSRTC. അങ്ങനെയുള്ള ഇതില് ബസ് ഓടിക്കുകയായിരുന്നു. ഇവര് കണ്ടുള്ള പരിചയമാണ്. എന്നിട്ട് ഈ വീട്ടുകാരോട് പോലും ഈ ഇഷ്ടത്തിലായിട്ട് എത്ര കാലമായിട്ട്? കുറെ കാലമായിട്ട് ഇഷ്ടത്തിലാണോ? കുറെ കാലമായെന്നാ ഞാൻ അറിഞ്ഞ, അല്ലെങ്കിൽ ഇങ്ങനെ പോവല്ലോ. അഖിലിന് അറിയായിരുന്നോ? അഖിലിനെ അറിയില്ലായിരുന്നു, ഈ ബന്ധം അറിയില്ലായിരുന്നു. ഇത് പോയി കഴിഞ്ഞാണ് ഇവരെല്ലാം അറിയുന്നത്. എന്നാ എപ്പോഴാ ഒരു പെട്ടെന്ന് ഇറങ്ങി അങ്ങ് പോയി? പെട്ടെന്ന് ഇവൻ വന്ന് വണ്ടിയും കൊണ്ട് വന്ന് അതെല്ലാരും തൊട്ടടുത്ത് വീട്ടിലെ CC ക്യാമറ ആണ് ലീക്കായത്. അഖില് കൊടുത്തതാണോ ഇനിയിപ്പോ അവര് കൊടുത്തതാണോ എന്നൊന്നും അറിയത്തില്ല. ഇവര് പറയുന്ന അഖില് പറഞ്ഞിട്ട് അവര് കൊടുത്തതാന്നൊക്കെയാ, ഇവള് അവരുടെ പേര് കേസ് കൊടുക്കാനിരിക്കുകയെന്നൊക്കെയാ മേഘ പറയുന്നത്. എന്നിട്ട് ഈ മേഘ ഇവന്റെ കൂടെ പോയി താമസം തുടങ്ങി. അതെ. മേഘ താമസം തുടങ്ങി. പിന്നെ അവന്റെ ഒരു ചെറിയ വീടും അസൗകര്യമൊക്കെ ആയതുകൊണ്ട് മേഘയ്ക്ക് അവിടെ നിൽക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അച്ഛനെ വിളിച്ചു. കാര്യങ്ങൾ എനിക്ക് മനസ്സ് തുറന്ന് പറയണമെന്ന് പറഞ്ഞ അവിടെ ഉണ്ടായ പ്രശ്നങ്ങളാണ്. ഇതൊക്കെ നേരത്തെ ആകായിരുന്നു സാറേ. ഇത് സംബന്ധിച്ച് മേഘ ചെയ്തത് 100% തെറ്റാന്ന് മാത്രമേ ഉള്ളൂ. അല്ല, ഞാൻ ചോദിക്കുന്നത് മേഘയ്ക്ക് ഇപ്പൊ ഈ ബസ് ഡ്രൈവറുടെ കൂടെ താമസിക്കാൻ താല്പര്യമില്ല? എല്ലാ താല്പര്യമുണ്ട്. അവന്റെ കൂടെ തന്നെയാ അവന്റെ കൂടെ തന്നെയാണ്. പിന്നെ അവിടുന്ന് അതെ. അപ്പൊ അവിടെ സൗകര്യക്കുറവായോണ്ട് അച്ഛൻ അംഗീകരിച്ച് ഇവനെയും കെട്ടി സുഖമായിട്ട്. അവന് സാമ്പത്തികത്തിന്റെ കുറവുള്ളൂ, അച്ഛന് സാമ്പത്തികം ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് വേറെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ അവനെ ഇവിടെ കൊണ്ടുവന്ന് താമസിച്ച് അവര് ഹാപ്പി ആയിട്ട് ജീവിക്കാനുള്ള ഒരു ചുറ്റിക്കളിയാണ് മേഘ നടത്തിയത്. ഈ വേറെ ഒരു ഇതും കൂടെ ഉണ്ട്. ഈ നാണക്കേട് മൊത്തത്തിൽ നാണക്കേടായി പോയില്ലേ. അപ്പൊ മേഘ ഓർത്തു, മേഘയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിയുള്ള 2 ഫോട്ടോ ഇടുക, എന്നിട്ട് അച്ഛന്റെ വീട്ടിലോട്ടാന്ന് പറഞ്ഞ ആ നാണക്കേട് അങ്ങ് ഒഴിവാക്കുക. അതാണ് ഇവര് തീരുമാനിച്ചത്. അങ്ങനെ മനോരമയിലും മാതൃഭൂമിയിലും പ്രമുഖ മാധ്യമങ്ങളിൽ വാർത്തയും കൊടുത്തു. ഇവര് കൊടുത്തതാണോ അതോ അവര് ചെയ്തതാണോ എന്ന് എനിക്കറിയില്ല. അതിന്റെ പുറത്ത് ഈ ജനങ്ങളെല്ലാം ഇവര് വിട്ടികളാക്കി. അതിലാണ് എനിക്ക് എതിർപ്പുണ്ടായത്. ഈ അച്ഛനും മകളും കൂടി വെളുപ്പിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിലായാലും ഓൺലൈൻ മാധ്യമങ്ങളിലായാലും മനോരമയും മാതൃഭൂമിയും എല്ലാ പത്രങ്ങളിലായാലും അഖിൽ NRD എന്ന് പറയുന്ന ആളുടെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ എന്നോ എന്ത് വേണം വിളിക്കാം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ കൂടുതൽ പറയേണ്ട. മേഘ എന്ന് പറയുന്ന ഭാര്യ ഒളിച്ചോടിപ്പോയതല്ല എന്ന് പറഞ്ഞ വാർത്ത മനോരമ പത്രത്തിൽ വരികയുണ്ടായി. അതായത് സ്വന്തം
അച്ഛൻ്റെ വീട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്കാണ് തിരിച്ചു പോയതെന്ന് മേഘ ക്ലാരിഫൈ ചെയ്തുകൊണ്ടുള്ള പുള്ളിക്കാരിയുടെ ഭാഗത്തുനിന്ന്, അച്ഛൻ്റെ ഭാഗത്തുനിന്ന് ഒരു ക്ലാരിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. ചിരിച്ചിരിച്ച് മണ്ണ് നിൽക്കും. കാരണം നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതലേ അവസാനം വരെ ആ ശബ്ദം, വോയിസ്, ഈ പറഞ്ഞ മേഘയുടെ അച്ഛൻ്റെ കുടുംബ വക്കീൽ, 3-4 വർഷമായി കൂടെയുള്ള കുടുംബ വക്കീലുമായി സംസാരിച്ച ഒരു ദൃശ്യമാണ്. നമ്മൾ കുറേ കാര്യം കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ മേഘ പറയുന്ന ഒരു കാര്യമുണ്ട്, തൊട്ടടുത്ത് അയലോക്കത്തെ വീട്ടിലെ CCTVയിലെ ദൃശ്യങ്ങൾ പുറത്തു വിട്ടതിന് അവർക്കെതിരെ കേസ് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ കാണിച്ചതൊന്നും തെറ്റല്ലല്ലേ? നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ഇഷ്ടമുണ്ടെങ്കിൽ ആ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവരോട് പോവുക. ഒരാളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന് അവിടുത്തെ സമാധാനം പോയി, അവന് നാണക്കേടായി. പക്ഷേ അവൻ നല്ലൊരു വിൽ പവറുള്ള ആളായതുകൊണ്ട് അവൻ തിരിച്ചു വരും, അഖിലെന്നാടി തിരിച്ചു വരും. കൂടുതൽ വിവരങ്ങളൊന്നും അവർ പുറത്തുവിടാത്തതിനെ പറ്റി ഇപ്പോൾ ഇതിനകത്ത് പ്രതിപാദിക്കുകയുണ്ടായി. കാരണം പോലീസ് സ്റ്റേഷനിലെ ഈ കാര്യങ്ങൾ എഴുതി അവർ ഒപ്പിട്ട് കൊടുത്തു, പരസ്പരം ചെളിവാരിയേറി. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ്, 7 വർഷം അതിൽ കൂടുതൽ ഇതിനകത്ത് പറയുന്നത് വ്യക്തമായി പറയുന്നുണ്ട്, 7 വർഷത്തിൽ കൂടുതലായി ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. ഈ പ്രണയം 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തൊട്ട് തുടങ്ങിയ ഈ പ്രണയത്തിൽ അവനെ നിന്നെ ഒരുപാട് സ്നേഹിക്കുകയും കൊഞ്ചിക്കുകയും ലാളിക്കുകയൊക്കെ ചെയ്തു അല്ലേ? അപ്പോൾ നിങ്ങൾ വിവാഹം കഴിഞ്ഞ് വിവാഹത്തിലേക്ക് കടന്നു, വീട്ടിൽ വന്നു അല്ലേ? വീട്ടിലെ പ്രശ്നങ്ങളാണെന്ന് അവളൊരു കാരണം പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, വീട്ടിലെ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടോ? വീട്ടിലെ പ്രശ്നങ്ങൾക്ക് മറുമരുന്നായിട്ട് അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ, സ്വന്തം കെട്ടിയവനെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു KSRTC ബസ്സിലെ ഒരു ഡ്രൈവറോ അല്ലെങ്കിൽ കണ്ടക്ടറോ ആയിക്കോട്ടെ, ഈ പയ്യനെ അവനെ അങ്ങ് സ്നേഹിച്ചു. അവനെ നോക്കുമ്പോൾ അവന് പൊട്ടന് ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞ പോലെയാണ്, അവനെ കളിയാക്കുന്നതല്ല. ഇത്രയും സുന്ദരിയായൊരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ വീട്ടിലാണ് കൂടാനുകൂടി സ്വത്ത്. ഇപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛൻ പോലും അവനെ അംഗീകരിക്കുക, അത് അഖിലിനെ അല്ല, സ്നേഹിച്ച് ഇവളെ ചാടിച്ചുകൊണ്ട് പോയ ആ പൊട്ടനെ ഇപ്പോൾ ഈ മേഘയുടെ അച്ഛൻ പോലും അവരുടെ വീട്ടിൽ കൊണ്ടു നിർത്താൻ താല്പര്യപ്പെടുകയാണ്. എന്താല്ലേ, എന്തൊരു വിരോധാഭാസം, എന്തൊരു നാടാല്ലേ! നമ്മുടെ പെൺമക്കൾ എന്തൊക്കെ ചെയ്താലും അതിന് സപ്പോർട്ട് കൊടുക്കാൻ നമ്മുടെ മാതാപിതാക്കളുണ്ട്. ഈ തെറ്റും ശരിയും ഏതാണെന്ന് തിരിച്ചറിയാൻ, നെല്ലും പതിരും തിരിച്ചറിയാനുള്ള കഴിവ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഇല്ലാണ്ട് പോകുന്നു, മക്കൾക്കില്ലാണ്ടായി പോകുന്നു. ഇത് ഈ മേഘ എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ, ഈ പെൺകുട്ടിയുടെ പോലെ അനേകമായിരം പെൺകുട്ടികളുണ്ട് അല്ലേ? അനേകമായിരം പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പെൺകുട്ടികളെല്ലാം ഇതേപോലെ തുടങ്ങിക്കഴിഞ്ഞാൽ, ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഭർത്തൃ വീട്ടിൽ ഇതുപോലൊരു വിഷയം ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒളിച്ചോടുക, വേറൊരുത്തിൻ്റെ കൂടുതൽ പോവുക, ഇത് ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താവും അല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിത് തമാശപരമായി ഒരുത്തിൻ്റെ വിഷമം ആഘോഷിപ്പിക്കുന്ന സമയത്ത് പോലും ഇതിൻ്റെ ഒരു വരും പര്യായികളെപ്പറ്റി, ഭാവിയിൽ ഇതുപോലത്തെ കേസുകൾ ഇനിയും ഉണ്ടാവും എന്നുള്ളതിനെപ്പറ്റിയും ഒരു ചെറിയൊരു വാക്കുകൾ പറഞ്ഞതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഒരാളെ പാർട്ണറെ സെലക്ട് ചെയ്യാൻ അധികാരമുണ്ട്, അവകാശമുണ്ട്, എല്ലാമുണ്ട്. ഒരാളുടെ വിവാഹം ചെയ്ത് അയാളുടെ വീട്ടിലായിരിക്കുമ്പോൾ നിയമപരമായും സാമൂഹികപരമായും നിങ്ങളുടെ കുടുംബത്തിനും മറ്റുള്ളവരുടെ കുടുംബത്തിനും ഉണ്ടാകുന്ന, അതായത് ഭർത്താവിൻ്റെയും ഭാര്യയുടെയും രണ്ടുപേരുടെയും കുടുംബങ്ങൾക്കുണ്ടാകുന്ന മാനനഷ്ടം അത് വലിയ വലുതാണ്. മാനം ഉണ്ടെങ്കിലല്ലേ മാനനഷ്ടം ഉണ്ടാകുന്നത് അല്ലേ? ഈ മാതാപിതാക്കൾ, വൃദ്ധരായ മാതാപിതാക്കൾ 2 പേർക്കുമുണ്ട്, കുടുംബക്കാരുണ്ട്. അവരുടെയൊക്കെ തൊലി ഇളകിപ്പോകുന്ന നാണക്കെട്ട പരിപാടി കാണിച്ചുകൊണ്ട് അവർക്കും മറ്റുള്ളവരെ അഭിമുഖീകരിക്കാൻ പറ്റും. അപ്പോൾ മാനസിക വേദന തുല്യമാണ് അല്ലേ? 2 പേരുടെ ഫാമിലികൾക്ക് ഉണ്ടാകുന്ന മാനസിക വേദന, നാട്ടുകാരും വീട്ടുകാരും ഒക്കെ നിൻ്റെ അല്ലെങ്കിൽ ബന്ധുക്കാരി ഇങ്ങനെയായി അല്ലേ? ഇതൊക്കെ നേരിടേണ്ടി വരും. നിങ്ങൾ വിവാഹം ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇങ്ങനത്തെ ബന്ധങ്ങളുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിങ്ങൾ ആ ബന്ധങ്ങൾ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധത്തിൽ തന്നെ തുടർന്നു പോവുക. വേറൊരുത്തനെ ചതിച്ചിട്ട് ആ കുടുംബത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വീണ്ടും ഒളിച്ചോടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അതും നിങ്ങൾ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അവൻ്റെ വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ എന്നും കൊണ്ട് ചിന്തിക്കണം അല്ലേ? കയറി കിടക്കാൻ വീടോ സമ്പത്തോ ജോലിയോ എന്തെങ്കിലും നിങ്ങളെ നോക്കുമെന്നൊരു ഉറപ്പില്ലാത്തടത്തേക്ക് നിങ്ങൾ എങ്ങനെ ഇറങ്ങിച്ചെല്ലുന്നത്? ഇവരോട് സംസാരിച്ച വക്കീൽ പറഞ്ഞത്, ആ വീട്ടിൽ കയറി ചെന്നപ്പോൾ സ്നേഹിച്ച് വിവാഹം കഴിക്കാൻ വേണ്ടി ആ ഡ്രൈവറുടെ കൂട്ടത്തിൽ ഡ്രൈവറുടെ വീട്ടിൽ ചെന്നപ്പോൾ അവിടെ ഒന്നും ഒരു വലിയ സാഹചര്യങ്ങളൊന്നുമില്ല.
അവിടെ താമസിക്കാൻ പറ്റിയ സാഹചര്യങ്ങളൊന്നുമില്ല അല്ലേ. പട്ടുമത്തയിൽ ഉറങ്ങിയിട്ട് കുടിലിലേക്ക് ചെന്നുറങ്ങാൻ അവൾക്ക് പറ്റുകയില്ല. അവൾ നേരെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് തിരിച്ചു പോയി. അച്ഛനും മോളും കൂടെ പ്ലാൻ ചെയ്തിട്ട് മനോരമ പത്രത്തിലും മാതൃഭൂമി പത്രത്തിലും എല്ലാത്തിലും കൊടുത്തു. എൻ്റെ മോൾ ഒളിച്ചോടിയിട്ടില്ല, അവൾ വന്നത് എൻ്റെ വീട്ടിലേക്കാണ്. അപ്പോൾ കഴിഞ്ഞ 3-4 ദിവസമായി സോഷ്യൽ മീഡിയയിൽ അതിനെപ്പറ്റിയായിരുന്നു ചർച്ച. അവൾ തീർച്ചയായിട്ടും തിരിച്ച് അച്ഛൻ്റെ കൂട്ടത്തിലാണ് പോയെന്നൊരു ക്ലാരിറ്റി ഇല്ലാത്ത കാര്യങ്ങളായിരുന്നു. അതിന് വ്യക്തത വരുത്താൻ ആരും ശ്രമിക്കുന്നില്ല. ഇതിൻ്റെ ഒരു സത്യാവസ്ഥ തിരിച്ച് പറയാൻ ആരും ശ്രമിക്കുന്നില്ല. അപ്പം പൊതുവേ എല്ലാവരും കരുതി ആദ്യം ഇറങ്ങിയത് തെറ്റായിപ്പോയി, ആദ്യം പ്രതികരിച്ചതും തെറ്റായിപ്പോയി, ആദ്യം വാർത്ത വന്നതും തെറ്റായിപ്പോയി, സ്വന്തം അച്ഛൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ എന്നാ ഇത്ര വിഷയമെന്ന് അല്ലേ. ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരും ഈ കാഴ്ചക്കാരെ എല്ലാം പമ്പര വിഡ്ഢികളാക്കി, അല്ലെ കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ പമ്പര വിഡ്ഢികളാക്കി. നിങ്ങൾ പ്രണയിക്കുകയോ സ്നേഹിക്കുകയോ എന്തുപോലായിക്കോളൂ, പക്ഷെ അത് നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതം പന്താളിക്കൊണ്ടാവരുത് അല്ലേ. ഒരാളെ കെട്ടി അവൻ്റെ കുടുംബത്തിന് കേസാക്കി അവനിനി പെണ്ണ് കിട്ടും, നിന്നേക്കാളും നല്ല സുന്ദരിയായ പെണ്ണിനെ കിട്ടും. അവരും വെറും കറിവേപ്പിലൊന്നുമല്ല, അഖിലനാർട്ടിക്ക് ഇതിനേക്കാൾ നല്ല പെൺകുട്ടി ഇനിയും കിട്ടും. നിനക്കാണ് നഷ്ടപ്പെട്ടത്. ചിലപ്പോൾ നിൻ്റെ അച്ഛൻ്റെ ഈ പണം ഉണ്ടാവും, ഈ പണത്തിലൊന്നുമല്ല നമ്മുടെ മാനാഭിമാനം അല്ലേ. നമുക്കൊക്കെ ജന്മനെ ഉണ്ടാവേണ്ട ഒരു സാധനമാണ് നമ്മുടെ രക്തത്തിൽ അല്ലേ. ആ സത്യത്തിൽ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല. എന്താണ് സത്യം നിങ്ങൾ ചോദിച്ചേക്കാം അല്ലേ. ഒരുവനെ 7 കൊല്ലോ 8 കൊല്ലോ പ്രണയിച്ച് അവൻ്റെ വിവാഹം ചെയ്ത് അവൻ്റെ വീട്ടിൽ കയറി താമസിച്ച് അവൻ്റെ കൂടെ ഒത്തിരി സന്തോഷത്തോടെ പോയി അവനെ വഞ്ചിക്കുന്ന ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുള്ളൂ. ഒരാളെ വഞ്ചിക്കാൻ പാടുണ്ടോ? ഇമാതിരി വഞ്ചനയായിപ്പോയി. എല്ലാവിധ ഫ്രീഡവും അവിടെ ഉണ്ടായിരുന്നു അല്ലേ. എല്ലാവിധ ജീവിത സൗകര്യങ്ങളും നിങ്ങൾക്ക് അറിയായിരിക്കും. എല്ലാവിധ ജീവിത സൗകര്യങ്ങളും അഖിലിൻ്റെ അടുത്തുണ്ടായിരുന്നു. സ്നേഹത്തിന് യാതൊരു കുറവുകളില്ലായിരുന്നു. ഇനിയിപ്പോൾ പറയുമ്പോൾ പല ആർഗ്യുമെൻറ്റും വേണമെങ്കിൽ പറയാം. അവനങ്ങനെയാണ്, അവന് പരസ്ത്രീ ബന്ധമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മാതാപിതാക്കൾ എങ്ങനെയാണ്. അപ്പോഴും നീ തന്നെ സ്വയം ന്യായീകരിക്കുക. നിൻ്റെ അച്ഛനും നീയും സ്വയം ന്യായീകരിക്കുക, വെളുപ്പിച്ച് ഭിത്തിയിലൊട്ടിക്കുക. ഇതൊന്നുമല്ല കേരളം കണ്ടുപിടിക്കുന്നത്. നിങ്ങളെ കണ്ടുപിടിക്കുന്ന ഒരു തലമുറ ഇവിടെയുണ്ട് അല്ലേ. ഇപ്പോഴത്തെ ജെൻസി എന്ന് പറഞ്ഞൊരു തലമുറയുണ്ട്. എൻ്റെ മക്കളെ ഇതുപോലത്തെ പൊട്ടത്തിലൊന്നും പോയി കാണിക്കരുത്. നിങ്ങൾ സ്നേഹമുണ്ടെങ്കിൽ അവനെ മാത്രം കെട്ടിക്കഴിഞ്ഞ് വീണ്ടും വേറൊരുത്തിൻ്റെ കൂട്ടത്തിലൊന്നും ഒളിച്ചുകൂടി പോകരുത്. ഇതുപോലെ ഒന്നും നിങ്ങളെ അങ്ങനെ ഒളിച്ചോടി പോയാൽ പഴയ നിയമ സംവിധാനങ്ങളൊന്നുമല്ല, പെട്ടെന്നൊന്നും ഡൈവേഴ്സൊന്നും നിങ്ങൾക്ക് കിട്ടില്ല. പല നിയമപ്രശ്നങ്ങളും കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ അനാഥമാവുകയും ഒത്തിരി പ്രശ്നങ്ങളുണ്ട് ഇതിനകത്ത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. പറ്റിയാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, പറ്റിയാൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.